ജീവിതത്തിൽ പൊടുന്നനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായിരിക്കും. നമുക്ക് ശാരീരികമായി പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ. ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് രോഗിയാണ്. നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും, പതറരുത്, സഹിക്കണം എന്ന്. റബ്ബിനോട് തേടണം, റബ്ബേ സഹനം തരണേ. അപ്രതീക്ഷിതമായി ആരെങ്കിലും മരിച്ചു പോവുക ഉണ്ടാകാം. അള്ളാഹു പറഞ്ഞതാണ്, ലതുബ്ലഉന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ സൂറത്തുൽ ബഖറയിൽ ഒരുപാട് എണ്ണി പറയുന്നുണ്ട്. പേടിയും ദാരിദ്ര്യവും ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക കമ്മിയും ഒരുപാട് പ്രയാസങ്ങളും മരണങ്ങളും പലതുമായിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സഹിക്കാനുള്ള കരുത്ത് റബ്ബ് തരണം. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരൊക്കെ റബ്ബിനോട് ക്ഷമ ചോദിക്കുമ്പോൾ അള്ളാഹ് ക്ഷമ തരണേ നല്ല ചോദിക്കാം. ഖുർആനിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, ഞങ്ങളുടെ രക്ഷിതാവേ അഫ്രിഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമ വാരിക്കോരി ഒഴിച്ചു തരണേ. നല്ല തൗഫീഖ് റബ്ബ് തന്നാലല്ലാതെ ക്ഷമിക്കാൻ പറ്റൂല. മറ്റൊരാളോട് പറയുന്നതൊക്കെ എളുപ്പമാണ്, എനിക്കിത് പറയാത്ര എളുപ്പം.